എന്താ അമ്മയും മോളും കൂടി? എന്തു പറയാനാ അമ്മേ, അടുക്കള ജോലി ചെയ്യുന്ന മോളുടെ വേഗത കണ്ടല്ലേ അതിശയിച്ചു പോവും. ഇത്രയും ദിവസം കൂടെ നിർത്തി സിത്താര എല്ലാ കാര്യത്തിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിയേ, മോള് വെച്ചതാ. കൊടുക്കും മോളെ. നന്നായിട്ടുണ്ട് മോളെ. ഇങ്ങനൊരാളാണ് ഈ വീടിന് ആവശ്യം. അത് ശരി, കറിയപ്പം മോശമായിരുന്നെങ്കില് എന്നെ മാറ്റുമായിരുന്നോ മുത്തശ്ശി? നിന്നെ മാറ്റാനോ? ഒരിക്കലുമില്ല. നീ ഈ കുടുംബത്തിലെ രാജകുമാരി അല്ലേ മോളെ? എന്താ രാജകുമാരി രാജ്യം പകർത്തു കൊടുക്കലൊക്കെ? ഗാതമോൾ ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നാ നീ കരുതിയത്? ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? എന്നെ കൊണ്ട് തൊടാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാം ഗാതമോള് ചെയ്തതാ. അമ്മ ഹാപ്പിയാണല്ലോ, ആ മുത്തശ്ശി ഹാപ്പിയാണല്ലോ. നവീൻ, നീ ഹാപ്പിയാണോ? അത് പറ. പിന്നെ എന്റെ സന്തോഷത്തിന് ഒരു അതിരുമില്ല. ആ ഗാഥ, നമുക്കൊരു സ്ഥലം വരെ പോണല്ലോ. എവിടേക്കാ? അത് മനോഹരമായ ഒരു സ്ഥലമാ. അവിടെ ചെല്ലുമ്പോ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. വലിയ യാത്രയാണോ? എനിക്കിതേ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. അതെ, ആ ജോലിയൊക്കെ അമ്മ ചെയ്തോളാം. അതിന്റെ പേരിൽ രണ്ടാളും യാത്രയൊന്നും മാറ്റിവെക്കണ്ട. അല്ലെങ്കിലും കുറെ നാളിന് ശേഷം കാണുന്നതല്ലേ രണ്ടുപേരും. ഒന്ന് പോയി കറങ്ങിട്ടൊക്കെ തിരിച്ചു വാ മോനെ. അല്ല മുത്തശ്ശി. ചെല്ലുകുട്ടി. എടോ, താൻ വന്നേ. നമ്മളീ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ കാണാൻ പോകുന്ന ആളെ. നവീൻ, എന്താ കാര്യം എന്ന് പറ. അത് പറ്റത്തില്ല. ഇതൊക്കെ ഒരു ഭർത്താവിന്റെ പ്രിവിലേജാ. താൻ വന്നേ. ചെല്ലു മോളെ. എന്തൊരു ഇണക്കം അല്ലേമ്മേ. എപ്പോഴും കരുതും ഇതിങ്ങനെ തുടർന്നു പോയാൽ എന്താന്ന്. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് വീഴുകയും ചെയ്യും. ഇല്ല സുമിത്രേ, അവര് തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിന് നീ ധൈര്യമായിട്ടിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എവിടുന്ന അമ്മയ്ക്ക് ഇത്ര ധൈര്യം? ദൈവം തരും, നീ നോക്കിക്കോ. അവര് സമാധാനായി പോയിട്ട് തിരിച്ചു വരും. അവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഈശ്വരന്റെ തീരുമാനമാ.